Hi all, welcome back to another class. Structure of atom എന്നുള്ള ചാപ്റ്ററിലെ ഫോക്കസ് ഏരിയ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു വൺ ഷോട്ട് വീഡിയോ ആണ് ഇത്. ഇതിൽ പറയുന്ന എല്ലാ ടോപ്പിക്കും നിങ്ങൾ കൃത്യമായി മനസ്സിലാക്കി അതിൻ്റെ പോയിന്റ്സ് നോട്ട് ചെയ്യുക. എക്സാമിന് നിങ്ങൾക്ക് ഉപകാരപ്പെടും. സ്ട്രക്ചർ ഓഫ് ആറ്റം എന്നുള്ള ചാപ്റ്ററിലെ ആദ്യത്തെ ഫോക്കസ് ഏരിയയാണ് റുദർഫോർഡ് ന്യൂക്ലിയർ ആറ്റം മോഡൽ എന്നുള്ളത്. റുദർഫോർഡിൻ്റെ ന്യൂക്ലിയർ ആറ്റം മോഡൽ റുദർഫോർഡ് കണ്ടുപിടിച്ചത് റുദർഫോർഡിൻ്റെ ആൽഫ പാർട്ടിക്കിൾ സ്കാറ്ററിംഗ് എക്സ്പെരിമെൻറ്റിലൂടെയാണ്. റുദർഫോർഡ് ന്യൂക്ലിയർ ആറ്റം മോഡൽ കണ്ടെത്തിയിട്ടുള്ളത്. ആദ്യം നിങ്ങൾ ഈ റുദർഫോർഡിൻ്റെ ഈ ആൽഫ പാർട്ടിക്കിൾ സ്കാറ്ററിംഗ് എക്സ്പെരിമെൻറ്റിൻ്റെ പിക്ചർ വരക്കാൻ പഠിക്കണം. എക്സാമിന് ചോദിക്കാറുണ്ട്. അപ്പോൾ ഈ ഒരു പിക്ചർ നോട്ട് ചെയ്ത് വെക്കുക. ഇനി എന്താണ് റുദർഫോർഡിൻ്റെ സ്കാറ്ററിംഗ് എക്സ്പെരിമെൻ്റ് എന്നുള്ളത്? റുദർഫോർഡ് ഒരു തിൻ ഗോൾഡ് ഫോയിലിലേക്ക് ഫാസ്റ്റ് മൂവിങ് ആയിട്ടുള്ള പോസിറ്റീവ്ലി ചാർജ്ഡ് ആൽഫ പാർട്ടിക്കിളിനെ ബോംബാർഡ് ചെയ്തു. അതിന് കൂടെ തന്നെ ഒരു മൂവബിൾ സർക്കുലർ സ്ക്രീൻ കോട്ടഡ് വിത്ത് സിങ്ക് സൾഫൈഡ് വാസ് പ്ലേസ്ഡ് അറ്റ് ദി ബാക്ക് ഓഫ് ദി ഗോൾഡ് ഫോയിൽ ടു ഡിറ്റക്ട് വെദർ ദ ആൽഫ പാർട്ടിക്കിൾ അണ്ടർഗോ എനി ഡീവിയേഷൻ ഇൻ ദെയർ പാത്ത് ഓൺ പാസിംഗ് ത്രൂ ദി ഫോയിൽ. അതായത് ഇവിടെ പറഞ്ഞത് റുദർഫോർഡ് പോസിറ്റീവ്ലി ചാർജ്ഡ് ആൽഫ പാർട്ടിക്കിളിനെ ഗോൾഡ് ഫോയിലിലേക്ക് കടത്തിവിടുകയാണ് ചെയ്തത്. ഗോൾഡ് ഫോയിലിന് ചുറ്റും ഒരു സർക്കുലർ സ്ക്രീന്, സിങ്ക് സൾഫൈഡ് ഉപയോഗിച്ച് കോട്ട് ചെയ്ത ഒരു സർക്കുലർ സ്ക്രീന് വെച്ചിട്ടുണ്ട്. എന്തിനു വേണ്ടിയാണ്? ഈ ഗോൾഡ് ഫോയിലിലൂടെ കടന്നു വരുന്ന ആൽഫ പാർട്ടിക്കിളിന് എന്തെങ്കിലും ഡീവിയേഷൻ അതിൻ്റെ പാത്തിൽ വരുന്നുണ്ടോ എന്ന് ഡിറ്റക്റ്റ് ചെയ്യാൻ വേണ്ടി ഒരു സർക്കുലർ സ്ക്രീനും കൂടിയും വെച്ചിരിക്കുന്നു. ഇതാണ് റുദർഫോർഡിൻ്റെ സ്കാറ്ററിംഗ് എക്സ്പെരിമെൻറ്റ്. അപ്പോൾ സ്കാറ്ററിംഗ് എക്സ്പെരിമെൻറ്റിൽ ആദ്യം നിങ്ങൾ വരക്കാൻ പഠിക്കുക. രണ്ടാമത് ഈ രണ്ട് പോയിന്റ് നോട്ട് ചെയ്ത് വെക്കുക. ഇനി എന്തൊക്കെയാണ് ഒബ്സർവേഷൻ? റുദർഫോർഡ് ഗോൾഡ് ഫോയിലിലേക്ക് ആൽഫ പാർട്ടിക്കിളിനെ കടത്തിവിട്ടപ്പോൾ എന്തെല്ലാം ഒബ്സർവേഷനാണ് കണ്ടത്? ഈ 3 ഒബ്സർവേഷൻസ് ആണ്. മോസ്റ്റ് ഓഫ് ദ ആൽഫ പാർട്ടിക്കിൾ പാസ് ത്രൂ ദ ഗോൾഡ് ഫോയിൽ വിത്തൗട്ട് എനി ഡിഫ്ലക്ഷൻ, ഒരു ഡിഫ്ലക്ഷനും ഇല്ലാതെ കടന്നു പോയതായി കണ്ടു. കുറച്ച് ആൽഫ പാർട്ടിക്കിൾ സ്മോൾ ആംഗിളിൽ ഡിഫ്ലക്റ്റ് ചെയ്തതായിട്ട് കണ്ടു. വെരി ഫ്യൂ ആൽഫ പാർട്ടിക്കിൾ, വളരെ കുറച്ച് ആൽഫ പാർട്ടിക്കിൾ ബൗൺസ്ഡ് ബാക്കിലേക്ക് ബൗൺസ് ചെയ്തതായി കണ്ടെത്തി. അപ്പോൾ എക്സ്പെരിമെൻ്റ് പഠിക്കുക, ഒബ്സർവേഷൻസ് പഠിക്കുക. ഇനി ഒബ്സർവേഷൻസിൻ്റെ അടിസ്ഥാനത്തിൽ കൺക്ലൂഷനിലെത്തി. അതായത് മോസ്റ്റ് ഓഫ് ദ ആൽഫ പാർട്ടിക്കിൾ ഗോൾഡ് ഫോയിലിലൂടെ പാസ് ചെയ്തു, ഒരു ഡീവിയേഷനും ഇല്ലാതെ പാസ് ചെയ്തതിന് റുദർഫോർഡ് എത്തിയ കൺക്ലൂഷൻ, ആറ്റത്തിൻ്റെ ഉള്ളിൽ മോസ്റ്റ് ഓഫ് ദ സ്പേസ് ഇൻ ആൻ ആറ്റം ഈസ് എംപ്റ്റി. മോസ്റ്റ് ഓഫ് ദ സ്പേസ് ഇൻ ആൻ ആറ്റം ഈസ് എംപ്റ്റി. രണ്ടാമത്തെ പോയിന്റ്, രണ്ടാമത്തെ കൺക്ലൂഷൻ, ആൽഫ പാർട്ടിക്കിൾ ബീയിങ് പോസിറ്റീവ്ലി ചാർജ്ഡ്. നമ്മൾ പറഞ്ഞു പാസ് ചെയ്ത ആൽഫ പാർട്ടിക്കിൾ പോസിറ്റീവ്ലി ചാർജ്ഡ് ആൽഫ പാർട്ടിക്കിൾ ആണ്. ആൻഡ് ഹാവിങ് കൺസിഡറബിൾ മാസ് ആൻഡ് കുഡ് ബി ഡിഫ്ലക്റ്റഡ് only by some heavy positively charged center. ഇത് ഡിഫ്ലക്റ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ അവിടെ ഒരു ഹെവി പോസിറ്റീവ്ലി ചാർജ്ഡ് സെൻറ്റർ ഉണ്ട്. അപ്പോൾ സ്മോൾ ആംഗിൾ ഓഫ് ഡിഫ്ലക്ഷൻ ഓഫ് ആൽഫ പാർട്ടിക്കിൾ, കുറച്ച് ഫ്യൂ ആൽഫ പാർട്ടിക്കിൾ ആർ ഡിഫ്ലക്റ്റഡ് സ്മോൾ ആംഗിൾ എന്ന് പറഞ്ഞു. അതിൻ്റെ കാരണം ഇത് ഇൻഡിക്കേറ്റ് ദ പ്രസൻസ് ഓഫ് ഹെവി പോസിറ്റീവ് സെൻറ്റർ ഇൻ ദ ആറ്റം. ആ ഹെവി പോസിറ്റീവ്ലി സെൻറ്ററിന് റുദർഫോർഡ് നെയിം കൊടുത്തു ന്യൂക്ലിയസ് എന്ന്. അപ്പോൾ അടുത്ത കൺക്ലൂഷൻ എന്താണ്? ന്യൂക്ലിയസ് എന്നുള്ള കൺസെപ്റ്റ് കൊണ്ടുവന്നു. ഇനി മൂന്നാമത്തെ ഒബ്സർവേഷൻ നമ്മൾ പറഞ്ഞിരുന്നത് വെരി ഫ്യൂ ആൽഫ പാർട്ടിക്കിൾസ് ആർ ബൗൺസ്ഡ് ബാക്ക്. അതിൻ്റെ കാരണം പറഞ്ഞത് ഡ്യൂ ടു ദ ഡയറക്റ്റ് കൊളീഷൻ വിത്ത് ദ ന്യൂക്ലിയസ്. ന്യൂക്ലിയസിൽ ഡയറക്റ്റ് കൊളീഷൻ നടക്കുന്നത് കൊണ്ടാണ് അത് ബാക്കിലേക്ക് ബൗൺസ് ചെയ്തത്, അതായത് ലാർജ് ആംഗിളിൽ ഡിഫ്ലക്റ്റ് ചെയ്തത്. അതിൻ്റെ എണ്ണം വളരെ കുറവാണെന്ന് നമ്മൾ പറഞ്ഞു, വെരി ഫ്യൂ എന്ന് പറഞ്ഞു. അതിൻ്റെ കാരണം ന്യൂക്ലിയസിൻ്റെ സൈസ് വളരെ വളരെ ചെറുതാണ്. ഓക്കെ, ഇത്രയാണ് റുദർഫോർഡിൻ്റെ സ്കാറ്ററിംഗ് എക്സ്പെരിമെൻറ്റിൽ നിങ്ങൾ നോട്ട് ചെയ്ത പോയിൻറ്റ്സ്. ഇവിടെ പറയുന്ന എല്ലാ ടോപ്പിക്സും ഞാൻ ഈ
വീഡിയോയിൽ പറയുന്ന എല്ലാ ടോപ്പിക്കും പാർട്ടായിട്ട് ഓരോ ടോപ്പിക്കായിട്ട് ഞാൻ വീഡിയോ നിങ്ങൾക്ക് തന്നതാണ്. ഡീറ്റെയിൽ ആയിട്ട് ഓരോ ടോപ്പിക്കിൻ്റെയും ഡീറ്റെയിൽ വീഡിയോ വേണം എന്നുണ്ടെങ്കിൽ ആ വീഡിയോയുടെയൊക്കെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകുന്നതാണ്. ഇനി ഈ എക്സ്പെരിമെൻറ്റിലെത്തിയ കൺക്ലൂഷൻ്റെ അടിസ്ഥാനത്തിൽ റൂദർഫോർഡ് ഒരു ആറ്റം മോഡൽ പ്രിപ്പയർ ചെയ്തു. അതിന് പറയുന്ന പേരാണ് റൂദർഫോർഡ് ന്യൂക്ലിയർ മോഡൽ ഓഫ് ആറ്റം. അതിൽ പറയുന്ന കാര്യങ്ങൾ എന്താണ്? എക്സാമിന് ചോദിക്കാൻ സാധ്യതയുള്ള ഒരു പോർഷനാണ്. അതായത് ഒരു ആറ്റത്തിൻ്റെ എൻറ്റയർ മാസ്, അതുപോലെ തന്നെ ആറ്റത്തിൻ്റെ പോസിറ്റീവ് ചാർജ് കോൺസെൻട്രേറ്റ് ചെയ്തിട്ടുള്ള റീജിയൺ എന്ന് പറയുന്നത് ന്യൂക്ലിയസ് ആണ്. The magnitude of positive charge on the nucleus is different for different atom. ആറ്റം ഡിഫറെൻ്റ് ആവുന്നതിനനുസരിച്ച് പ്രോട്ടോണിൻ്റെ എണ്ണം ഡിഫറെൻ്റ് ആവുന്നുണ്ട്. ഈ പോയിന്റ് പറയണം എന്നില്ല. ഫസ്റ്റ് പോയിന്റ് നിങ്ങൾ ഇത് പറയുക. എന്താണ്? ആറ്റത്തിൻ്റെ എൻറ്റയർ മാസ്, അതുപോലെ തന്നെ പോസിറ്റീവ് ചാർജ് കോൺസെൻട്രേറ്റ് ചെയ്തിട്ടുള്ള റീജിയൻ എന്ന് പറയുന്ന പേരാണ് ന്യൂക്ലിയസ്. രണ്ടാമത്തെ പോയിന്റ് പഠിക്കുക. ന്യൂക്ലിയസിന് ചുറ്റും നെഗറ്റീവ് ചാർജുള്ള ഇലക്ട്രോൺ ഉണ്ട്. വിച്ച് ബാലൻസ് ദ പോസിറ്റീവ് ചാർജ് ഓൺ ദി ന്യൂക്ലിയസ്. ആ ഇലക്ട്രോണ് ന്യൂക്ലിയസിൻ്റെ ഉള്ളിലുള്ള പോസിറ്റീവ് ചാർജിനെ എന്ത് ചെയ്യുന്നു? ബാലൻസ് ചെയ്യുന്നു. ഇപ്പോൾ ന്യൂക്ലിയസിൻ്റെ ഉള്ളിൽ പോസിറ്റീവ് ചാർജുള്ള പ്രോട്ടോൺ ഉണ്ട്, ന്യൂക്ലിയസിന് പുറത്ത് നെഗറ്റീവ് ചാർജുള്ള ഇലക്ട്രോൺ ഉണ്ട്. മൂന്നാമത്തെ പോയിന്റ് പറഞ്ഞത് ഈ ഇലക്ട്രോൺസ് അവിടെ സ്റ്റേഷനറി ആയിട്ട് അനങ്ങാതെ നിൽക്കില്ല. പിന്നെ എന്താ ചെയ്യുന്നത്? ദേ ആർ റിവോൾവിങ് അറൗണ്ട് ദ ന്യൂക്ലിയസ് അറ്റ് വെരി ഹൈ സ്പീഡ്. വെരി ഹൈ സ്പീഡിൽ എന്ത് ചെയ്യുന്നു? റിവോൾവ് ചെയ്യുന്നു. ലാസ്റ്റ് പോയിന്റ്, മോസ്റ്റ് ഓഫ് ദ സ്പേസ് ഇൻ ആൻ ആറ്റം ഈസ് എംപ്റ്റി. അപ്പോൾ 4 പോയിന്റ് നിങ്ങൾ റൂദർഫോർഡിൻ്റെ ന്യൂക്ലിയർ ആറ്റം മോഡലിൽ പഠിക്കണം. ഓക്കെ, ഇതാണ് സ്ട്രക്ചർ ഓഫ് ആറ്റം എന്നുള്ളതിലെ ഫസ്റ്റ് ഫോക്കസ് ഏരിയ, റൂദർഫോർഡിൻ്റെ ആറ്റം മോഡൽ. അതിൽ നിങ്ങൾ ഇൻക്ലൂഡ് ചെയ്യേണ്ട ടോപ്പിക്സ് ആണ് ഞാൻ പറഞ്ഞത്. റൂദർഫോർഡിൻ്റെ എക്സ്പെരിമെൻറ്റ്, അതിൽ എക്സ്പെരിമെൻ്റ് എന്താണ്, ഒബ്സർവേഷൻ എന്താണ്, കൺക്ലൂഷൻ എന്താണ്, അതിൻ്റെ അടിസ്ഥാനത്തിൽ റൂദർഫോർഡ് ആറ്റം മോഡൽ പ്രിപ്പയർ ചെയ്തു. അടുത്ത രണ്ടാമത്തെ ഫോക്കസ് ഏരിയയാണ് ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റ് എന്നുള്ളത്. എന്താണ് ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റ് എന്ന് മാത്രമേ ഞാൻ ഇവിടെ പറയുന്നുള്ളൂ. എന്താണ് ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റ്? വെൻ എ ലൈറ്റ് ഓഫ് സ്യൂട്ടബിൾ ഫ്രീക്വൻസി സ്ട്രൈക്സ് ഓൺ എ മെറ്റൽ, ഇലക്ട്രോൺസ് ആർ ഇജക്റ്റഡ്. ഒരു മെറ്റലിൽ സ്യൂട്ടബിൾ ഫ്രീക്വൻസിയിലുള്ള ലൈറ്റ് പോയി തട്ടുമ്പോൾ അതിൽ നിന്ന് ഇലക്ട്രോണിനെ ഇജക്റ്റ് ചെയ്യുന്ന ഫിനോമിനക്കാണ് എന്തെന്ന് പറയുന്നത്? ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റ് എന്ന് പറയുന്നത്. ആ ഇലക്ട്രോണിനെ പറയുന്ന പേരാണ്, ആ എമിറ്റഡ് ഇലക്ട്രോണിനെ പറയുന്ന പേരാണ് എന്ത്? ഫോട്ടോ ഇലക്ട്രോൺ എന്ന്. ഓക്കെ, ഫോട്ടോ ഇലക്ട്രോൺ. അപ്പോൾ എന്താണ് ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റ് എന്ന് പഠിക്കാം. എന്താണ്? സ്യൂട്ടബിൾ ഫ്രീക്വൻസിയിലുള്ള ലൈറ്റ് മെറ്റൽ സർഫസിൽ പോയി ബൊമ്പാർഡ് ചെയ്യുമ്പോൾ അതിൽ നിന്ന് ഇലക്ട്രോണിനെ ഇജക്റ്റ് ചെയ്യുന്ന ഫിനോമിനക്ക പ്രതിഭാസത്തിനാണ് എന്തെന്ന് പറയുന്നത്? ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റ് എന്ന് പറയുന്നത്. തേർഡ് ഫോക്കസ് ഏരിയ ആണ് പ്ലാങ്ക്സ് ക്വാണ്ടം തിയറി. എന്താണ് പ്ലാങ്ക്സ് ക്വാണ്ടം തിയറി? വെച്ചാൽ ദ പോസ്റ്റ്ലൈറ്റ്സ് ഓഫ് പ്ലാങ്ക്സ് ക്വാണ്ടം തിയറി. ഞാൻ ഈ വീഡിയോയിൽ ഇൻട്രൊഡക്ഷനും ഡീറ്റെയിൽഡ് എക്സ്പ്ലനേഷനും ഉൾപ്പെടുത്തുന്നില്ല. എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ നിങ്ങൾ പഠിക്കേണ്ട കാര്യങ്ങൾ മാത്രമേ ഞാൻ ഇതിൽ ഉൾപ്പെടുത്തുന്നുള്ളൂ. അപ്പോൾ എന്തൊക്കെയാണ് പ്ലാങ്ക്സ് ക്വാണ്ടം തിയറി ചോദിച്ചാൽ നിങ്ങൾ എഴുതേണ്ടത്? വിച്ച് ആർ ദ പോസ്റ്റ്ലൈറ്റ്സ് ഓഫ് പ്ലാങ്ക്സ് ക്വാണ്ടം തിയറി? ഒന്നാമത്തെ പോയിന്റ് പറയുന്നത് ഒരു ബോഡി റേഡിയൻ്റ് എനർജിയെ എമിറ്റ് ചെയ്യേ അല്ലെങ്കിൽ അബ്സോർബ് ചെയ്യേ ചെയ്യുന്നത് കണ്ടിന്യൂസ് ആയിട്ടല്ല. പിന്നെ എങ്ങനെയാണ്? ഡിസ്കണ്ടിന്യൂസ് ആയിട്ട് സ്മോൾ പാക്കറ്റ്സ് ഓഫ് എനർജിയുടെ രൂപത്തിലാണ് ഒരു ബോഡി റേഡിയൻ്റ് എനർജിയെ അബ്സോർബ് ചെയ്യേ അല്ലെങ്കിൽ എമിറ്റ് ചെയ്യേ ചെയ്യുന്നത്. അതിനെ പറയുന്ന പേരാണ് ക്വാണ്ട. ഈ ഓരോ പാക്കറ്റിൽ definite amount of energy ഉണ്ട്. Each packet of wave is associated with a definite amount of energy. In the case of light, the quantum of energy is often called photon. Light in the case, a quantum of energy ne parayna perana endu photon ennu parayum. Okay, adu ningal parayanamenilla. Second point ennu parnja madi, each quanta is associated with a definite amount of energy. മൂന്നാമത്തെ പോയിന്റ്, ദ എമൗണ്ട് ഓഫ് എനർജി, ഈ ക്വാണ്ടയിലുള്ള എനർജിയുടെ എമൗണ്ട് എന്ന് പറയുന്നത് എന്തിന് പ്രൊപ്പോർഷണൽ ആണ്? ഫ്രീക്വൻസി ഓഫ് റേഡിയേഷൻ.
ക്വാണ്ടം ഓഫ് റേഡിയേഷനിലുള്ള എനർജി എന്തിന് പ്രൊപ്പോർഷണലാണ്? റേഡിയേഷൻ്റെ ഫ്രീക്വൻസിക്ക് പ്രൊപ്പോർഷണലാണ്. ദെൻ ഈ ഇക്വേഷൻ പഠിക്കുക, ഈ പ്രൊപ്പോർഷണൽ ടു മ്യൂ. ഇതാണ് പ്ലാങ്ക്സ് ക്വാണ്ടം തിയറി ഓഫ് റേഡിയേഷൻ്റെ ഇക്വേഷൻ. E equal to h mu, where h is the Planck's constant and is equal to h in the value 6.626 into 10 raised to minus 34 joule. ഓക്കെ, മ്യൂ എന്ന് പറഞ്ഞാൽ മ്യൂ ഈസ് ഈക്വൽ ടു, മ്യൂവിൻ്റെ ഇക്വേഷൻ നിങ്ങൾ പഠിച്ചതാണ്, മ്യൂ കാണാനുള്ള ഇക്വേഷനാണ് സി ബൈ ലാംഡ. സി ഇസ് ദ വെലോസിറ്റി, ലാംഡ ഇസ് ദ വേവ് ലെങ്ത്. ബൈ സബ്സ്റ്റിറ്റ്യൂട്ടിങ് ദിസ് ഇക്വേഷൻ നമുക്ക് എന്തായി? ഈസ് ഈക്വൽ ടു എച്ച് സി ബൈ ലാംഡ. ലാസ്റ്റ് പോയിന്റ് പറഞ്ഞത് ദ എനർജി ഈസ് എമിറ്റഡ് ഓർ അബ്സോർബ്ഡ് ഓൺലി ഇൻ ദ ഇൻ്റഗ്രൽ മൾട്ടിപ്പിൾ ഓഫ് ക്വാണ്ട, അതായത് ഈസ് ഈക്വൽ ടു എൻ എച്ച് മ്യൂ. ഓക്കെ, ഇത്രയാണ് പ്ലാങ്ക്സ് ക്വാണ്ടം തിയറിയുടെ ഇക്വേഷൻസ്. ഈ ഇക്വേഷൻസ് നോട്ട് ചെയ്ത് വെക്കുക. ഈസ് ഈക്വൽ ടു എച്ച് മ്യൂ, ഈസ് ഈക്വൽ ടു എൻ എച്ച് മ്യൂ. ഓക്കെ, അടുത്ത ടോപ്പിക്കായിരുന്നു പ്ലാങ്ക്സ് ക്വാണ്ടം തിയറി ഓഫ് റേഡിയേഷൻ. ഞാൻ ഈ പറഞ്ഞ പോയിന്റ്സ് കൃത്യമായി പഠിക്കുക, അതുപോലെ തന്നെ ഇക്വേഷൻസ് നോട്ട് ചെയ്ത് വെക്കുക. ഇതിന് റിലേറ്റ് ചെയ്തിട്ടുള്ള പ്രോബ്ലംസ് ഒക്കെ ഞാൻ സ്ട്രക്ചർ ഓഫ് ആറ്റത്തിലുള്ള ഓരോ വീഡിയോസിൽ തന്നിട്ടുണ്ട്. വേണ്ടവർ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, നെക്സ്റ്റ് ഹൈഡ്രജൻ സ്പെക്ട്രം. സ്പെക്ട്രം ഓഫ് ഹൈഡ്രജൻ ആറ്റമാണ്. ഹൈഡ്രജൻ ആറ്റത്തിൻ്റെ സ്പെക്ട്രത്തിൽ ഇത് ഒബ്റ്റെയിൻ ചെയ്തത്, ഇത് നമുക്ക് കിട്ടുന്നത് ബൈ പാസിങ് ഇലക്ട്രിക് ഡിസ്ചാർജ് ത്രൂ ഹൈഡ്രജൻ ഗ്യാസ് ടേക്കൺ ഇൻ എ ഡിസ്ചാർജ് ട്യൂബ് അണ്ടർ ലോ പ്രഷർ. ദ ലൈറ്റ് എമിറ്റഡ് ഈസ് അനലൈസ്ഡ് ബൈ യൂസിങ് സ്പെക്ട്രോസ്കോപ്പ് ഉപയോഗിച്ചിട്ട് അനലൈസ് ചെയ്തപ്പോൾ ആ സ്പെക്ട്രത്തിൽ ലാർജ് നമ്പർ ഓഫ് ലൈൻസ് അപ്പിയർ ഇൻ ഡിഫറെൻറ്റ് റീജിയൻ ഓഫ് ഇലക്ട്രോമാഗ്നറ്റിക് സ്പെക്ട്ര. ഓക്കെ, അതിലുള്ള ലൈൻസ്, അതിലുള്ള വിസിബിൾ റീജിയനിൽ സം ഓഫ് ദ ലൈൻസ് ആർ ഫൗണ്ട് ഇൻ വിസിബിൾ റീജിയൻ while others are found in UV and IR region. ഏതൊക്കെയാണ് ഹൈഡ്രജൻ സ്പെക്ട്രത്തിലുള്ള 5 സീരീസ് ഓഫ് ലൈൻ? ഹൈഡ്രജൻ സ്പെക്ട്രത്തിൽ 5 സീരീസ് ഓഫ് ലൈൻസ് ഉണ്ട്. ഏതൊക്കെയാണെന്ന് നിങ്ങൾ പഠിക്കണം. ഈ ടോപ്പിക്കിൽ നിങ്ങൾ പഠിക്കേണ്ട വിച്ച് ആർ ദ 5 സീരീസ് ഓഫ് ലൈൻസ് ഇൻ ഹൈഡ്രജൻ സ്പെക്ട്ര? ലൈമൻ സീരീസ്, ബാൽമർ സീരീസ്, പാഷൻ സീരീസ്, ബ്രാക്കറ്റ് സീരീസ് ആൻഡ് ഫണ്ട് സീരീസ്. ഇത്രയാണ് 5 സീരീസ് ഓഫ് ലൈൻസ് ഇൻ ഹൈഡ്രജൻ സ്പെക്ട്ര. അതിൽ ലൈമൻ അപ്പിയർ ചെയ്യുന്നത് യു വിയിലാണ്, ബാൽമർ അപ്പിയർ ഇൻ വിസിബിൾ, പാഷൻ, ബ്രാക്കറ്റ് ആൻഡ് ഫണ്ട് അപ്പിയർ ഇൻ IR റീജിയൻ. ഓക്കെ, ഇത് നിങ്ങൾ കൃത്യമായി പഠിക്കണം. ഓരോ റീജിയൻ എക്സാമിന് ക്വസ്റ്റ്യൻസ് വരാറുണ്ട്, നിങ്ങൾ പഠിക്കുക. ഓക്കെ, ഇതും കൂടി ഒന്ന് ജസ്റ്റ് നോട്ട് ചെയ്ത് വെക്കുക. ഡീറ്റെയിൽഡ് ആയിട്ട് മറ്റേ വീഡിയോയിൽ ഞാൻ കാണിച്ചിട്ടുണ്ട്. ലൈമൻ അപ്പിയർ ഇൻ UV, അതായത് N1 ഈക്വൽ ടു 1, N2 ഈക്വൽ ടു 2, 3, 4, 5, 6 എക്സെട്ര. അതായത് N2 ഈസ് ഗ്രേറ്റർ ദാൻ N1 ആയിരിക്കും. ഓക്കെ, ബാൽമർ വിസിബിൾ, പാഷൻ IR, ബ്രാക്കറ്റ് IR, ഫണ്ട് IR. ലൈമൻ എന്ന് പറഞ്ഞാൽ N1 ഈക്വൽ ടു 1, ബാൽമറിൽ N1 2, പാഷനിൽ N1 3, ബ്രാക്കറ്റിൽ N1 4, ഫണ്ടിൽ N1 is equal to 5. ഇനി നമ്മൾ പറഞ്ഞിരുന്നു റൂദർഫോർഡിൻ്റെ ന്യൂക്ലിയർ ആറ്റം മോഡൽ. എന്തൊക്കെ ഫെയിലേഴ്സ് ആണ് റൂദർഫോർഡിൻ്റെ ആറ്റം മോഡലിന് ഉണ്ടായത്? വിച്ച് ആർ ദ ഫെയിലേഴ്സ് ഓഫ് റൂദർഫോർഡ് ആറ്റം മോഡൽ, അല്ലെങ്കിൽ വിച്ച് ആർ ദ ഡ്രോബാക്ക് ഓഫ് റൂദർഫോർഡ് ആറ്റം മോഡൽ? അങ്ങനെയൊക്കെ ചോദിക്കാം. റൂദർഫോർഡ് ആറ്റം മോഡലിനുണ്ടായ പോരായ്മകൾ എന്തൊക്കെയാണ്? ഒന്നാമത്തെ പോരായ്മ എന്ന് പറയുന്നത് ഹി കുഡ് നോട്ട് എക്സ്പ്ലെയിൻ ദ സ്റ്റെബിലിറ്റി ഓഫ് ആറ്റം. രണ്ടാമത്തെ ഡ്രോബാക്ക് he could not explain different lines in hydrogen spectrum. He could not also failed to explain the existence of different lines in hydrogen spectrum. Okay, അതിൻ്റെ അടിസ്ഥാനത്തിൽ നീൽസ് ബോർ ഒരു പുതിയ ആറ്റം മോഡൽ ഉണ്ടാക്കി. അതാണ് ബോർ മോഡൽ ഓഫ് ആറ്റം. അടുത്ത ഫോക്കസ് ഏരിയയാണ് ബോർ മോഡൽ ഓഫ് ആറ്റം. അതിൻ്റെ പോസ്റ്റ് സ്ലൈഡ്സും നിങ്ങൾ പഠിക്കണം. വിച്ച് ആർ ദ പോസ്റ്റ് സ്ലൈഡ്സ് ഓഫ് ബോർ ആറ്റം മോഡൽ? എന്തൊക്കെയാണ് ബോർ ആറ്റം മോഡലിൽ ബോർ പറഞ്ഞ കാര്യങ്ങൾ? ഈ പോയിന്റ്സ്, ഈ 5 പോയിന്റ്സ് ആണ് നിങ്ങൾ പഠിക്കേണ്ടത്. അതായത് ഇലക്ട്രോണ് റിവോൾവ് ചെയ്യുന്നത്, ന്യൂക്ലിയസിന് ചുറ്റും ഇലക്ട്രോൺ റിവോൾവ് ചെയ്യുന്നത് ബോർ പറഞ്ഞത് ഒരു സെലക്റ്റ് ആയിട്ടുള്ള സർക്കുലാർ പാത്തിലൂടെ മാത്രമേ ഇലക്ട്രോൺ എന്ത് ചെയ്യുള്ളൂ, റിവോൾവ് ചെയ്യുകയുള്ളൂ. ആ പാത്തിന് പറയുന്ന പേരാണ് ഓർബിറ്റ്. ഓക്കെ,
As long as electron revolve in a particular orbit, it does not lose or gain energy. Particular orbital, ഇലക്ട്രോൺ റിവോൾവ് ചെയ്താൽ അവിടെ എനർജി ലോസ് ചെയ്യുകയോ ഗെയിൻ ചെയ്യുകയോ ഇല്ല. അതായത് ഓർബിറ്റ് ആർ ഓൾസോ കോൾഡ് സ്റ്റേഷനറി ഓർബിറ്റ്. അതായത് ഒരു ഓർബിറ്റിൽ ഇലക്ട്രോൺ റിവോൾവ് ചെയ്താൽ അവിടെ എനർജി ഗെയിൻ ചെയ്യുകയോ അല്ലെങ്കിൽ ലോസ് ചെയ്യുകയോ ചെയ്യുന്നില്ല. എനർജി ഓഫ് ദ ഓർബിറ്റ് റിമൈൻസ് കോൺസ്റ്റൻറ്റ്. ഇനി only those orbits are permitted in which the angular momentum കാണാനുള്ള ഇക്വേഷനാണ് MVR is equal to nh/2π. അടുത്ത പോയിന്റ് എന്താണ് പറഞ്ഞത്? MVR is equal to angular momentum, it is equal to nh/2π when an electron jump from one orbit to another. ഒരു ഓർബിറ്റിലുള്ള ഇലക്ട്രോൺ മറ്റൊരു ഓർബിറ്റിലേക്ക് പോകുമ്പോൾ അവിടെ എനർജിക്ക് ചേഞ്ച് വരും. ഒന്നുകിൽ അബ്സോർബ് ചെയ്യും അല്ലെങ്കിൽ എമിറ്റ് ചെയ്യും. അതായത് ലോവർ ഓർബിറ്റിൽ നിന്ന് ഹയർ ഓർബിറ്റിലേക്ക്, ലോവർ എനർജി ലെവലിൽ ഹയർ എനർജി ലെവലിലുള്ള ഓർബിറ്റിലേക്ക് ഇലക്ട്രോണ് പോകുമ്പോൾ അവിടെ എനർജി അബ്സോർബ് ചെയ്യും. ഹയറിൽ നിന്ന് ലോവറിലേക്ക് ഇലക്ട്രോൺ വരികയാണെങ്കിൽ അവിടെ ഇലക്ട്രോൺ എനർജി എന്ത് ചെയ്യുന്നു? എമിറ്റ് ചെയ്യും. ഇത്രയാണ് ബോറിൻ്റെ ആറ്റം മോഡലിൽ ബോർ പറഞ്ഞിട്ടുള്ള പോസ്റ്റ്ലൈറ്റ്സ്. ഇത് കൃത്യമായി നിങ്ങൾ പഠിക്കണം, എക്സാമിന് ചോദിക്കാം. ഇനി ഇത് ഞാൻ പറഞ്ഞ കാര്യം തന്നെ. when an electron jump from lower to higher it absorb energy, when the electron jump back to lower level it emit energy. ആ എനർജി കാണാനുള്ള ഇക്വേഷനാണ് ഡെൽറ്റ E is equal to E2 minus E1, it is equal to h mu. ഓക്കെ, ഇനി എന്തൊക്കെയാണ് ബോർ മോഡൽ? ബോർ ഈ ഒരു മോഡൽ ഉണ്ടാക്കിയതുണ്ടായ മെറിറ്റ് എന്ന് പറഞ്ഞാൽ ഗുണങ്ങൾ എന്തൊക്കെയാണ്? ഇത് പഠിക്കാൻ എളുപ്പമാണ്. റൂദർഫോർഡ് ആറ്റം മോഡലിൻ്റെ ഡിമെറിറ്റ് ഒക്കെ ശരിയായി പറയുന്നതാണ് മെറിറ്റ്. അതായത് എന്താണ് നോക്കൂ, സ്റ്റെബിലിറ്റി, ആറ്റത്തിൻ്റെ സ്റ്റെബിലിറ്റി എക്സ്പ്ലെയിൻ ചെയ്യാൻ കഴിഞ്ഞു. ബോർ തിയറി ഹെൽപ്ഡ് ഇൻ കാൽക്കുലേറ്റിംഗ് ദ എനർജി ഓഫ് ഇലക്ട്രോൺ ഇൻ എ പെർട്ടിക്കുലർ ഓർബിറ്റ് ഓഫ് ഹൈഡ്രജൻ ആറ്റം. അതുപോലെ തന്നെ റേഡിയസ് ഓഫ് ഈച്ച് സർക്കുലർ ഓർബിറ്റ് ബോർ തിയറി ഹെൽപ്പ് ചെയ്തു കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി ബൈ യൂസിങ് ദ എക്സ്പ്രഷൻ ഒന്നും കാണാതെ പഠിക്കണമെന്നില്ല, നിങ്ങൾ ജസ്റ്റ് ഈ ഒരു പോയിന്റ് ഓർത്ത് വെക്കുക. ബോർ തിയറി ഹെൽപ്ഡ് ഇൻ കാൽക്കുലേറ്റിംഗ് ദ റേഡിയസ് ഓഫ് ഈച്ച് സർക്കുലർ ഓർബിറ്റ്. ഓക്കെ, ബോർ മോഡൽ കുഡ് എക്സ്പ്ലെയിൻ ദ ലൈൻ സ്പെക്ട്രം ഓഫ് ഹൈഡ്രജൻ. അല്ലേ, റൂദർഫോർഡ് ആറ്റം മോഡലിൻ്റെ ഡ്രോബാക്ക് ആയിരുന്നു ഹൈഡ്രജൻ സ്പെക്ട്രം എക്സ്പ്ലെയിൻ ചെയ്യാൻ കഴിഞ്ഞില്ല എന്ന്. പക്ഷെ ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്തു. Bohr model could explain the simultaneous appearance of large number of lines in the hydrogen spectrum. എങ്ങനെയാണ് ഹൈഡ്രജൻ സ്പെക്ട്രത്തിൽ ലാർജ് നമ്പർ ഓഫ് ലൈൻസ് അപ്പിയർ ചെയ്തത് എന്നുള്ളതൊക്കെ ബോറിന് എന്ത് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്? എക്സ്പ്ലെയിൻ ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട്. എന്നാൽ ബോർ ആറ്റം മോഡലിന് ഡ്രോബാക്കുകളുണ്ട്, അല്ലെങ്കിൽ ഡിമെറിറ്റുകളുണ്ട്, അല്ലെങ്കിൽ ഫെയിലേഴ്സ് ഉണ്ട്. ഈ 3 വേർഡും ഞാനിവിടെ പറയാൻ കാരണം ആ രീതിയിലൊക്കെ ചോദിക്കാം. ഫെയിലേഴ്സ് എന്നോ ഡിമെറിറ്റ് എന്നോ ഡ്രോബാക്ക് എന്നോ എല്ലാം ചോദിച്ചാൽ നിങ്ങൾ ഈ പോയിന്റ്സ് ആണ് എഴുതേണ്ടത്. ഒന്നാമത്തെ ഡ്രോബാക്ക് മൾട്ടി ഇലക്ട്രോൺ ആറ്റത്തിൻ്റെ, ഹൈഡ്രജൻ്റെ സ്പെക്ട്രം എക്സ്പ്ലെയിൻ ചെയ്ത, ഹൈഡ്രജൻ എന്ന് പറഞ്ഞാൽ അതിൽ ഒരു ഇലക്ട്രോൺ അല്ലേ, പക്ഷെ മൾട്ടി ഒന്നിലധികം ഇലക്ട്രോൺ വന്നാൽ അവിടെ എങ്ങനെയാണ് ലൈൻ സ്പെക്ട്രം വരുന്നത് എന്ന് ബോറിന് എക്സ്പ്ലെയിൻ ചെയ്യാൻ കഴിഞ്ഞില്ല. രണ്ടാമത്തത്, ഇറ്റ് കുഡ് നോട്ട് എക്സ്പ്ലെയിൻ ദ സ്പ്ലിറ്റിംഗ് ഓഫ് സ്പെക്ട്രൽ ലൈൻ അണ്ടർ ദ ഇൻഫ്ലുവൻസ് ഓഫ് മാഗ്നറ്റിക് ഫീൽഡ് ആൻഡ് ഇലക്ട്രിക് ഫീൽഡ്. അതായത് സീമൻ എഫക്റ്റ്, സ്റ്റാർക്ക് എഫക്റ്റ്, ഇതൊക്കെ എന്താണെന്ന് ഡീറ്റെയിൽ ആയിട്ട് ബോർ ആറ്റം മോഡലിൻ്റെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. ഈ സീമൻ എഫക്റ്റും സ്റ്റാർക്ക് എഫക്റ്റും എക്സ്പ്ലെയിൻ ചെയ്യാൻ കഴിഞ്ഞില്ല. അതുപോലെ തന്നെ ഇറ്റ് കുഡ് നോട്ട് എക്സ്പ്ലെയിൻ ദ ഷേപ്പ് ഓഫ് മോളിക്യൂൾസ് ഫോംഡ് ബൈ ദി കോമ്പിനേഷൻ ഓഫ് ആറ്റം. ഇറ്റ് കുഡ് നോട്ട് എക്സ്പ്ലെയിൻ ദ ഫൈൻ സ്ട്രക്ചർ ഓഫ് സ്പെക്ട്രൽ ലൈൻ പ്രൊഡ്യൂസ്ഡ് ബൈ ഹൈഡ്രജൻ. അതുപോലെ തന്നെ ഹെഴ്സൻബർഗിൻ്റെ അൺസർട്ടനിറ്റി പ്രിൻസിപ്പിൾ എക്സ്പ്ലെയിൻ ചെയ്യാൻ കഴിഞ്ഞില്ല. ഡി ബ്രോഗ്ലി ഇക്വേഷൻ എക്സ്പ്ലെയിൻ ചെയ്യാൻ കഴിഞ്ഞില്ല. അതൊക്കെ ഡ്രോബാക്കുകളാണ്. ഓക്കെ, അടുത്ത ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ് ഡി ബ്രോഗ്ലി ഇക്വേഷൻ. എന്താണ് ഡി ബ്രോഗ്ലി ഇക്വേഷൻ? ഡി ബ്രോഗ്ലി ഇക്വേഷൻ അതിനെ നിങ്ങൾ പറയുന്ന പേരാണ് ഡ്യുവൽ നാച്ചർ ഓഫ് മാറ്റർ. ഡി ബ്രോഗ്ലി മാറ്ററിൻ്റെ ഡ്യുവൽ നാച്ചറിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. അതായത് വാട്ട് ഈസ് ഡ്യുവൽ നാച്ചർ ഓഫ് മാറ്റർ എന്ന് പറഞ്ഞാൽ നിങ്ങൾ എന്താ പറയേണ്ടത്? ഞാൻ നിങ്ങൾക്ക് വീഡിയോയിൽ പറഞ്ഞു തന്നിട്ടുണ്ട്. അക്കോർഡിംഗ് ടു ഡി ബ്രോഗ്ലി, all material particle in motion possess wave nature in addition to the particle nature. അതായത് ഡ്യുവൽ നാച്ചർ ഓഫ് മാറ്ററിനെ കുറിച്ചാണ് ഡി ബ്രോഗ്ലി പറഞ്ഞത്. അതായത് ഏതൊക്കെയാണ് ഡ്യുവൽ നാച്ചർ? പാർട്ടിക്കിൾ നാച്ചറും
വേവ് നാച്ചറും ഉണ്ട് എന്നാണ് ഡി ബ്രോഗ്ലി. അപ്പോൾ ഡ്യുവൽ നാച്ചർ ഓഫ് മാറ്റർ, എന്താണ് ഡ്യുവൽ നാച്ചർ ഓഫ് മാറ്റർ? പാർട്ടിക്കിൾ നാച്ചറും വേവ് നാച്ചറും. ഡി ബ്രോഗ്ലി ഒരു ഇക്വേഷൻ ഉണ്ടാക്കിയിട്ടുണ്ട്. വേവ് ലെങ്ത് ഈസ് അസോസിയേറ്റഡ് വിത്ത് പാർട്ടിക്കിൾ ഓഫ് മാസ് m മൂവിങ് വിത്ത് വെലോസിറ്റി v is given by the equation lambda is equal to h by mv. Lambda is equal to h by mv or lambda is equal to h by p, അതായത് p is equal to mv. p is the momentum. momentum എന്ന് പറഞ്ഞാൽ എനിക്കറിയാം മാസിൻ്റെ വെലോസിറ്റി. അപ്പോൾ ഈ ഇക്വേഷൻ ഇമ്പോർട്ടൻ്റ് ആണ്, പഠിക്കണം. ഇതിനെ റിലേറ്റ് ചെയ്തിട്ടുള്ള പ്രോബ്ലം ഞാൻ ഡി ബ്രോഗ്ലി അതുപോലെ തന്നെ ഹെർസൻബർഗ് പ്രിൻസിപ്പിൾ എക്സ്പ്ലെയിൻ ചെയ്ത വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. ആ വീഡിയോ ഇതിൻ്റെ കൂടെ നിങ്ങൾ ഒന്ന് കാണണം. ഓക്കെ, അപ്പം എന്താണ് ഡി ബ്രോഗ്ലി ഇക്വേഷൻ? ലാംഡ is equal to h by mv or lambda is equal to h by p. അടുത്തത് നിങ്ങൾ പഠിക്കേണ്ടത് ഹെർസൻബർഗിൻ്റെ അൺസർട്ടനിറ്റി പ്രിൻസിപ്പിളാണ്. അടുത്ത ഫോക്കസ് ഏരിയ എന്താണ്? ഈ സ്റ്റേറ്റ്മെൻറ്റ് പഠിക്കുക, ഇമ്പോർട്ടൻ്റ് ആണ്. ഹെർസൻബർഗ് അൺസർട്ടനിറ്റി പ്രിൻസിപ്പിളിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് ഇതേ രീതിയിൽ തന്നെ പഠിക്കുക. ഇറ്റ് ഈസ് ഇമ്പോസിബിൾ ടു മെഷർ സൈമൾട്ടേനിയസ്ലി ബോത്ത് ദ പൊസിഷൻ ആൻഡ് വെലോസിറ്റി ഓഫ് എ മൈക്രോസ്കോപ്പിക് പാർട്ടിക്കിൾ ഇൻ മോഷൻ വിത്ത് അബ്സല്യൂട്ട് അക്യുറസി. അതായത് ഒരു മൂവിങ് മൈക്രോസ്കോപ്പിക് പാർട്ടിക്കിളിൻ്റെ പൊസിഷനും മൊമെൻറ്റവും അല്ലെ പൊസിഷനും വെലോസിറ്റിയും സൈമൾട്ടേനിയസ് ആയിട്ട് ഒരേ സമയം അക്യുറസിയിൽ ഡിറ്റർമിൻ ചെയ്യാൻ സാധ്യമല്ല എന്നാണ് ഹെർസൻബർഗ് പറയുന്നത്. ഇറ്റ് ഈസ് ഇമ്പോസിബിൾ ടു ഡിറ്റർമിൻ സൈമൾട്ടേനിയസ്ലി ബോത്ത് ദ പൊസിഷൻ ആൻഡ് വെലോസിറ്റി അല്ലെങ്കിൽ മൊമെൻറ്റം ഓഫ് എ മൈക്രോസ്കോപ്പിക് മൂവിങ് പാർട്ടിക്കിൾ അല്ലെങ്കിൽ മൈക്രോസ്കോപ്പിക് പാർട്ടിക്കിൾ ഇൻ മോഷൻ വിത്ത് അബ്സല്യൂട്ട് അക്യുറസി. എന്താണ് ഡി ബ്രോഗ്ലി ഇക്വേഷൻ്റെ മാത്തമാറ്റിക്കൽ എക്സ്പ്രഷൻ? ഇക്വേഷൻ പഠിക്കണം. ഡെൽറ്റ എക്സ് ഇൻറ്റു ഡെൽറ്റ പി ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു എച്ച് ബൈ 4π. ഡെൽറ്റ എക്സ് എന്ന് പറഞ്ഞാൽ അൺസർട്ടനിറ്റി ഇൻ പൊസിഷൻ, ഡെൽറ്റ പി ഇസ് ദ അൺസർട്ടനിറ്റി ഇൻ മൊമെൻറ്റം. ഓക്കെ, ഡീറ്റെയിൽഡ് വീഡിയോ ഇതിൻ്റെ അൺസർട്ടനിറ്റിയുടേതും നിങ്ങളൊന്ന് വാച്ച് ചെയ്യണം. അടുത്ത ടോപ്പിക്കാണ് ഓർബിറ്റ്. എന്താന്ന് പറഞ്ഞു. വേറൊരു ടേമാണ് ഓർബിറ്റ്. ഇവർ തമ്മിലുള്ള ഡിഫറൻസ് ആണ്. ഡിഫറൻസ് ബിറ്റ്വീൻ ഓർബിറ്റ് ആൻഡ് ഓർബിറ്റൽ. ഓർബിറ്റ് എന്നുള്ള ടേം ബോർ ആറ്റം മോഡലിൽ വന്നു. ഇവിടെ ഓർബിറ്റൽ നിന്നുള്ള. അപ്പോൾ ഇവർ രണ്ടാളും തമ്മിലുള്ള ഡിഫറൻസ്. ഓർബിറ്റ് എന്ന് പറഞ്ഞാൽ വെൽ ഡിഫൈൻഡ് സർക്കുലർ പാത്ത് റിവോൾവിങ് അറൗണ്ട് ദ ന്യൂക്ലിയസ്. ഓർബിറ്റൽ എന്ന് പറഞ്ഞാൽ region of space around the nucleus of an atom where there is probability of finding electron. ഇലക്ട്രോണിനെ കാണപ്പെടാൻ സാധ്യതയുള്ള സ്ഥലം, അതിനെയാണ് എന്തെന്ന് പറയുന്നത്? ഓർബിറ്റൽ എന്ന് പറയുന്നത്. ഓർബിറ്റൽ എന്ന് പറഞ്ഞാൽ ഇറ്റ് റെപ്രസെൻറ്റ് ദ പ്ലാനാർ മോഷൻ. എന്നാൽ ഓർബിറ്റലോ 3-dimensional motion of electron around the nucleus. Maximum number of electron in orbit 2n². ഓർബിറ്റൽ കനോട്ട് അക്കോമഡേറ്റ് മോർ ദാൻ 2 ഇലക്ട്രോൺ. ഓർബിറ്റിൻ്റെ ഷേപ്പ് നമ്മൾ പറഞ്ഞു സർക്കുലാർ ഷേപ്പാണ്. എന്നാൽ ഓർബിറ്റൽസിൻ്റെ ഡിഫറെൻറ്റ് ഷേപ്പാണ്. എസ് ഓർബിറ്റൽ സ്പെരിക്കലാണ്, പി ഓർബിറ്റൽ ഡംബലാണ്. ഇതൊക്കെ ഡീറ്റെയിൽ ആയിട്ട് അടുത്ത ടോപ്പിക്കിൽ പറയുന്നുണ്ട്. ഓക്കെ, ഇപ്പോൾ ഒരു 4 പോയിൻ്റ് മിനിമം നിങ്ങൾ ഓർബിറ്റും ഓർബിറ്റലും തമ്മിലുള്ള ഡിഫറൻസ് പഠിക്കണം. അടുത്തത് ക്വാണ്ടം നമ്പേഴ്സ്. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ്. ഇതിൻ്റെ ഒരു ഡീറ്റെയിൽഡ് വീഡിയോ ഞാൻ തന്നിട്ടുണ്ട്. അത് നിങ്ങൾ കാണണം നിർബന്ധമായിട്ടും, കാണാത്തവർ. കാരണം ഈ ടോപ്പിക്കിൽ നിന്ന് പല രീതിയിൽ എന്ത് വരാം, ക്വസ്റ്റ്യൻസ് വരാം. ഇവിടെ ഞാൻ നിങ്ങൾക്ക് വേണ്ട പോയിൻറ്റ്സ് മാത്രം കാണിക്കുന്നുള്ളൂ. ക്വാണ്ടം നമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയുന്നുണ്ടാവും 4 നമ്പറിൻ്റെ ഒരു സെറ്റാണ്. ഏതൊക്കെയാണ് 4 നമ്പേഴ്സ്? ഒന്നാമത്തെ പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പർ, രണ്ടാമത്തെ ആംഗുലാർ മൊമെൻറ്റം ക്വാണ്ടം നമ്പർ അല്ലെങ്കിൽ അസിമുത്തൽ ക്വാണ്ടം നമ്പർ, മൂന്നാമത്തെ മാഗ്നറ്റിക് ക്വാണ്ടം നമ്പർ അല്ലെങ്കിൽ 4ാമത്തെ സ്പിൻ ക്വാണ്ടം നമ്പർ. ഈ 4 ക്വാണ്ടം നമ്പേഴ്സ് അറിഞ്ഞു കഴിഞ്ഞാൽ ഒരു ഇലക്ട്രോണിനെ കുറിച്ചുള്ള കംപ്ലീറ്റ് ഇൻഫർമേഷൻ നമുക്ക് ലഭിക്കുന്നുണ്ട്. ക്വാണ്ടം നമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് ചോദിച്ചാൽ നിങ്ങൾ എന്താ പറയേണ്ടത്? ക്വാണ്ടം നമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ ഒരു 4 നമ്പേഴ്സിൻ്റെ സെറ്റാണ്. വിത്ത് ദ ഹെൽപ്പ് ഓഫ് വിച്ച് വി ക്യാൻ ഗെറ്റ് ദ കംപ്ലീറ്റ് ഇൻഫർമേഷൻ അബൌട്ട് ദ ഇലക്ട്രോൺ ഇൻ ആൻ ആറ്റം. ഓക്കെ, ഈ 4 ക്വാണ്ടം നമ്പേഴ്സിൻ്റെ പേര് കൃത്യമായി പഠിക്കുക. ഓരോന്നിൻ്റെയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിൻറ്റ്സ് മാത്രം ഞാൻ കാണിക്കുക. പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പർ റെപ്രസെൻ്റ് ചെയ്യുന്ന ലെറ്റർ N,
It represents main shell. It determines energy of electron. Principal energy level. Electron is present. ഏത് മെയിൻ ഷെല്ലിലാണ് ഇലക്ട്രോൺ പ്രസൻ്റ് ആയിട്ടുള്ളത് എന്നാണ് പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പർ എന്ന് കിട്ടുന്നത്. ഇറ്റ് ക്യാൻ ഹാവ് ഹോൾ നമ്പർ വാല്യൂസ് സച്ച് ആസ് 1, 2, 3, 4. അതുപോലെ തന്നെ KLM. എന്നിൻ്റെ വാല്യൂ കൂടുന്നതിനനുസരിച്ച് ഇലക്ട്രോൺ ഗെറ്റ് ഫാർദർ എവേ ഫ്രം ദി ന്യൂക്ലിയസ്. N2, N3, N4 അങ്ങനെ പറയും. അപ്പോൾ N4 എന്ന് പറഞ്ഞാൽ ന്യൂക്ലിയസും ഇലക്ട്രോണും തമ്മിൽ N4ലാണ്, 4th എനർജി ലെവലിലാണ് ഇലക്ട്രോൺ അല്ലേ. അതാണ് പറഞ്ഞത് എന്നിൻ്റെ വാല്യൂ ഇൻക്രീസ് ചെയ്യുന്നതനുസരിച്ച് ഇലക്ട്രോണും ന്യൂക്ലിയസും തമ്മിലുള്ള ദൂരം കൂടുന്നു. പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പർ ഓൾസോ ഡിറ്റർമിൻ ദ സൈസ് ഓഫ് ദി ഓർബിറ്റൽ. ഓർബിറ്റലിൻ്റെ സൈസും ഡിറ്റർമിൻ ചെയ്യുന്നു. നെക്സ്റ്റ് അസിമുത്തൽ ക്വാണ്ടം നമ്പർ. അസിമുത്തൽ ക്വാണ്ടം നമ്പറിനെ ഡിനോട്ട് ചെയ്യുന്ന ലെറ്റർ സ്മോൾ ലെറ്റർ L ആണ്. ഷേപ്പ്, ഇലക്ട്രോൺ ലൊക്കേറ്റ് ചെയ്യുന്ന ഷേപ്പ്. ഓൾ പോസിബിൾ വാല്യൂസ് എല്ലിൻ്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ 0 to 1. ദ വേരിയസ് സബ് ഷെല്ല്. ഇവിടെ നമ്മൾ പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പറിന് മെയിൻ ഷെല്ലാണ് കിട്ടിയത്. ഇവിടെ സബ് ഷെല്ല് ഏതൊക്കെയാണ്? S, P, D, F ഡിപ്പെൻഡിങ് അപ്പോൺ ദി വാല്യൂ ഓഫ് L. എല്ലിൻ്റെ വാല്യൂവിനെ ഡിപ്പെൻഡ് ചെയ്തിട്ട് ആ സബ് ഷെല്ല് ഡെസിഗ്നേറ്റ് ചെയ്യാൻ പറ്റും. ആ സബ് ഷെല്ല് ഏതൊക്കെയാണ്? S, P, D, F എങ്ങനെയാണ് എന്നുള്ളതൊക്കെ നിങ്ങൾ ആ വീഡിയോ ഒന്ന് കണ്ടാൽ മനസ്സിലാവും. ഓക്കെ. ഇനി മാഗ്നറ്റിക് ക്വാണ്ടം നമ്പർ. ഈ ക്വാണ്ടം നമ്പറിൽ ഡിനോട്ട് ചെയ്യുന്ന ലെറ്റർ M ആണ്. ഓറിയൻറ്റേഷനാണ് ഇവിടെ നിങ്ങൾക്ക് കിട്ടുന്നത്. ആ ഓറിയൻറ്റേഷന് പറയുന്ന പേരാണ് ഓർബിറ്റൽ. അത് കാണാനുള്ള വാല്യൂ ആണ് 2l+1. ഓരോ ക്വാണ്ടം നമ്പർ വാല്യൂ കാണുന്നത് ഞാൻ ഡീറ്റെയിൽഡ് വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട്. ഓക്കെ. ലാസ്റ്റ് ക്വാണ്ടം നമ്പർ സ്പിൻ ക്വാണ്ടം നമ്പർ. ഇവിടെ ഡയറക്ഷൻ ഓഫ് സ്പിൻ ഓഫ് ഇലക്ട്രോൺ ആണ് കിട്ടുന്നത്. അതായത് ഇലക്ട്രോണിൻ്റെ മൂവ്മെൻ്റ് ആണ് കിട്ടുന്നത്. 2 ടൈപ്പിൽ മൂവ് ചെയ്യാം, ക്ലോക്ക് വൈസും ആൻറ്റി ക്ലോക്ക് വൈസും. ദ സ്പിൻ ക്വാണ്ടം നമ്പർ ക്യാൻ ഹാവ് ഓൺലി വാല്യൂ +12 എന്നും -12 എന്നും. +12 എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ക്ലോക്ക് വൈസ് ആണ്, -12 ആൻറ്റി ക്ലോക്ക് വൈസ് ആണ്. ഓക്കെ. നെക്സ്റ്റ് ഷേപ്സ് ഓഫ് ഓർബിറ്റൽ. എസ് ഓർബിറ്റൽ എന്ന് പറഞ്ഞാൽ ഷേപ്പ് മാത്രം നിങ്ങളൊന്ന് ഇവിടെ നോക്കൂ. സ്ഫെരിക്കലി സിമ്മട്രിക്കലാണ് ഷേപ്പ്. എസ് ഓർബിറ്റലിൻ്റെ ഷേപ്പ് എന്താണ്? സ്ഫെരിക്കലി സിമ്മട്രിക്കൽ. ഇതൊക്കെ നിങ്ങൾക്ക് ഓൾറെഡി അറിയുന്നതാണ്. L 0 ആയിരിക്കും. അപ്പോൾ M ക്യാൻ ഹാവ് ഓൺലി 1 വാല്യൂ, ദാറ്റ് ഈസ് M = 0. അതിനെ മീൻ ചെയ്യുന്നത് ഇലക്ട്രോണ് പ്രോബബിലിറ്റി ഓഫ് ഫൈൻഡിങ് ഇലക്ട്രോൺ ഇൻ എസ് ഓർബിറ്റൽ ഈ സെയിം ഇൻ ഓൾ ഡയറക്ഷൻ. അതായത് എസ് ഓർബിറ്റൽ ആർ സ്പെരിക്കലി സിമ്മട്രിക്കൽ. 2s ഓർബിറ്റൽ ദർ ഇസ് എ സ്പെരിക്കൽ ഷെൽ വേർ ദ ഇലക്ട്രോൺ ഡെൻസിറ്റി ഈസ് 0. അതിന് പറയുന്ന ഇലക്ട്രോണിനെ കാണപ്പെടാൻ സാധ്യത എന്ന് പറയുന്നത് അവിടെ 0 ആണ്. 2sൻ്റെ കേസിൽ ഒരു സ്പേസ് ഉണ്ട്. അതിന് പറയുന്ന പേരാണ് നോഡൽ പ്ലെയിൻ. നോഡ് നോക്കൂ, ഇതാണ് 2sൻ്റെ കേസിൽ. ഇവിടെ ഒരു റീജിയൻ ഉണ്ട്. ആ റീജിയനിൽ ഇലക്ട്രോണിനെ കാണപ്പെടാനുള്ള സാധ്യത എന്ന് പറയുന്നത് 0 ആണ്. ഇതാണ് 1sൻ്റെ സ്ട്രക്ചർ, 2s. ഓക്കെ. ഇനി പി ഓർബിറ്റലിൻ്റെ കേസിൽ നിങ്ങൾക്കറിയാം L = 1 ആണ്. M ക്യാൻ ഹാവ് 3 വാല്യൂസ്. ഏതൊക്കെയാണ് 3 വാല്യൂ? 12+1 എന്നുള്ള ഇക്വേഷൻ വെച്ചിട്ട് കണ്ടുപിടിക്കുക. 0 + 1 - 1. അതായത് പി ഓർബിറ്റലിന് 3 ഓറിയൻറ്റേഷൻ പോസിബിൾ ആണ്. PX, PY, PZ. ഷേപ്പ് ഡംബ് ബെൽ ഷേപ്പ്. പി ഓർബിറ്റലിൻ്റെ ഷേപ്പ് എന്താണ്? ഡംബ് ബെൽ ഷേപ്പ്. എസ് ഓർബിറ്റലിൻ്റെ ഷേപ്പ് എന്തായിരുന്നു? സ്പെരിക്കലി സിമ്മട്രിക്കൽ. പി ഓർബിറ്റലിൻ്റെ ഷേപ്പാണ് ഡംബ് ബെൽ ഷേപ്പ്. നോക്കൂ, ഇങ്ങനെ വരക്കാൻ പഠിക്കണം. ദെൻ ഡി ഓർബിറ്റൽ. ഇവിടെ ഒരു ചെറിയ മിസ്റ്റേക്ക് വന്നിട്ടുണ്ട്. ഡി എന്നുള്ളത് സ്മോൾ ലെറ്ററിൽ കൊടുക്കണേ. ഡി ഓർബിറ്റലിൽ L 2 ആണ്. എമ്മിന് 5 വാല്യൂസ് ഉണ്ട്. അതിൻ്റെ അർത്ഥം ഡി ഓർബിറ്റലിൽ 5 ഡി ഓർബിറ്റൽ ഉണ്ട്. ഏതൊക്കെയാണ്? DXY, DXZ, DYZ, DX² - Y² ആൻഡ് DZ². ഡബിൾ ബെൽ ഷേപ്പ്ഡ് ആണ്. ഡബിൾ ബെൽ ഷേപ്പ്ഡ്. ഓരോന്നും ഉള്ള പിക്ചർ നിങ്ങളൊന്ന് നോട്ട് ചെയ്യണം. ഞാൻ ഡീറ്റെയിൽഡ് വീഡിയോയിൽ പിക്ചറൊക്കെ കാണിച്ചിട്ടുണ്ട്. ഓക്കെ. ഇനി ലാസ്റ്റ് സ്ട്രക്ചർ ഓഫ് ആറ്റം എന്നുള്ള ചാപ്റ്ററിലെ ലാസ്റ്റ് ടോപ്പിക്കാണ് റൂൾസ് ഫോർ ഫില്ലിംഗ് ഓർബിറ്റൽസ് ഇൻ ആൻ ആറ്റം. ഒരാറ്റത്തിൽ
ഓർബിറ്റൽ ഫില്ല് ചെയ്യുന്നതിൻ്റെ പിന്നിലുള്ള റൂളുകൾ ഏതൊക്കെയാണ്? വെരി ഇമ്പോർട്ടൻ്റ് ആണ്. വിച്ച് ആർ ദ റൂൾസ് ഫോർ ഫില്ലിംഗ് ഓഫ് ഓർബിറ്റൽസ് ഇൻ ആൻ ആറ്റം എന്ന് ചോദിക്കാറുണ്ട്. ഏതൊക്കെയാണ്? പോളീസ് എക്സ്ക്ലൂഷൻ പ്രിൻസിപ്പിൾ. 3 റൂളുകളാണ്. ഒന്ന് പോളീസ് എക്സ്ക്ലൂഷൻ പ്രിൻസിപ്പിൾ, രണ്ടാമത്തെ ഓഫ് ബാർ പ്രിൻസിപ്പിൾ, മൂന്നാമത്തെ ഹൺസ് റൂൾ. ഒന്നാമത്തെ റൂളാണ് പോളീസ് എക്സ്ക്ലൂഷൻ പ്രിൻസിപ്പിൾ. എന്താണ് പോളീസ് എക്സ്ക്ലൂഷൻ പ്രിൻസിപ്പിൾ? ആ സ്റ്റേറ്റ്മെൻറ്റ് നിങ്ങൾ കൃത്യമായി പഠിക്കുക. എന്താണ്? No two electron in an atom can have the same value for all the 4 quantum number. എല്ലാ ക്വാണ്ടം നമ്പേഴ്സും കൂടിയും എന്താവില്ല? സെയിം ആവില്ല. ആദ്യത്തെ 3 സെയിം ആയിരിക്കാം. എന്നും എല്ലും എമ്മും സെയിം ആവാം. പക്ഷേ എസ് എന്തായിരിക്കാം? ഡിഫറെൻ്റ് ആവും. ഒന്ന് പ്ലസ് ഹാഫ് ആണെങ്കിൽ മറ്റേത് എന്തായിരിക്കും? മൈനസ് ഹാഫ് ആയിരിക്കും. ഇതാണ് പോളീസ് എക്സ്ക്ലൂഷൻ പ്രിൻസിപ്പിൾ. രണ്ടാമത്തത് ഓഫ് ബാർ പ്രിൻസിപ്പിൾ. അക്കോർഡിംഗ് ടു ഓഫ് ബാർ പ്രിൻസിപ്പിൾ, ഇലക്ട്രോൺസ് ആർ ഫിൽഡ് ഇൻ വേരിയസ് ഓർബിറ്റൽ ഇൻ ദ ഇൻക്രീസിങ് ഓർഡർ ഓഫ് എയർ എനർജി. ഓർബിറ്റൽസിന് ഇലക്ട്രോണിനെ ഫില്ല് ചെയ്യുന്നത് എനർജി ഇൻക്രീസ് ചെയ്യുന്ന ഓർഡറിലാണ് എന്നാണ് ഓഫ് ബാർ പ്രിൻസിപ്പിൾ പറയുന്നത്. ഇതിൻ്റെയും ഡീറ്റെയിൽഡ് എക്സ്പ്ലനേഷൻ ഞാൻ മുന്നേ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. ആ വീഡിയോ നിങ്ങൾ നിർബന്ധമായിട്ടും ഒന്ന് കാണണം. ഈ ഒരു ഓർഡറാണ്. ഈ ഒരു ഓർഡർ പഠിക്കണം നിങ്ങൾ. ഈ ഓർഡർ എങ്ങനെയാണ് വന്നിട്ടുള്ളത് എന്നുള്ളത് ഒരു N+L റൂളൊക്കെ ഞാൻ ആ ഡീറ്റെയിൽഡ് വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, നെക്സ്റ്റ് ലാസ്റ്റ് ഹൺസ് റൂൾ ഓഫ് മാക്സിമം മൾട്ടിപ്ലിസിറ്റി. ഇറ്റ് സ്റ്റേറ്റ് ദാറ്റ് ഇലക്ട്രോൺ പെയറിങ്, ഒരു ഓർബിറ്റലിൽ ഇലക്ട്രോണിൻ്റെ പെയറിങ് നടക്കുന്നത്, സെയിം എനർജി ഉള്ള ഓർബിറ്റലിൽ ഇലക്ട്രോണിൻ്റെ പെയറിങ് നടക്കുന്നതിൻ്റെ മുന്നേ അതിൽ അവൈലബിളായ എല്ലാ ഓർബിറ്റലും സിംഗിളി ഓക്യുപ്പൈ വിത്ത് പാരലൽ സ്പിന്ന്. പാരലൽ സ്പിന്നിൽ സിംഗിളി ഓക്യുപ്പൈ ചെയ്തതിൻ്റെ ശേഷം മാത്രമേ അവിടെ ഇലക്ട്രോണിൻ്റെ പെയറിങ് നടക്കുകയുള്ളൂ. ഈ സ്റ്റേറ്റ്മെൻറ്റ് നിങ്ങൾ കൃത്യമായി പഠിക്കണം. എക്സാമിന് മേ ബി വരാം. എന്താണ് ഹൺസ് റൂളിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ്? ദ ഇലക്ട്രോൺ പെയറിങ് വിൽ നോട്ട് ടേക്ക് പ്ലേസ്, നടക്കില്ല ഇൻ ഓർബിറ്റൽസ് ഓഫ് സെയിം എനർജി അണ്ടിൽ എങ്ങനെയാണ് ഈച്ച് ഓർബിറ്റൽ ഈസ് ഫസ്റ്റ് സിംഗിളി ഫില്ലഡ് വിത്ത് പാരലൽ സ്പിൻ. അതിൽ അവൈലബിൾ ആയിട്ടുള്ള ഓർബിറ്റൽ പാരലൽ സ്പിന്നിൽ സിംഗിളി ഫില്ല് ചെയ്തതിൻ്റെ ശേഷം മാത്രമേ അവിടെ എന്ത് ചെയ്യുള്ളൂ? പെയറിങ് നടക്കുകയുള്ളൂ എന്നാണ് ഹൺസ് റൂള് പറയുന്നത്. ഓക്കെ, ഇത്രയാണ് സ്ട്രക്ചർ ഓഫ് ആറ്റം എന്നുള്ള വലിയ ഒരു ചാപ്റ്ററിൽ ഫോക്കസ് ഏരിയ എന്ന് പറഞ്ഞ് ഉൾപ്പെടുത്തിയിട്ടുള്ള ടോപ്പിക്കുകൾ. ആ ടോപ്പിക്കുകളിലെ വേണ്ട പോയിൻറ്റ്സ് മാത്രമേ ഞാൻ ഇവിടെ പറഞ്ഞിട്ടുള്ളൂ. ഡീറ്റെയിൽഡ് എക്സ്പ്ലനേഷൻ ഞാൻ ഇവിടെ തന്നിട്ടില്ല. അതൊരു 1 ഷോട്ട് വീഡിയോ ആയിട്ട് തന്നതാണ്. ഡീറ്റെയിൽഡ് എക്സ്പ്ലനേഷൻ വേണ്ടവർ ഓരോ ടോപ്പിക്കിൻ്റെയും വീഡിയോയുടെ ലിങ്ക് ഞാൻ താഴെ കൊടുക്കുന്നുണ്ട്. അതിലൂടെ പോയിട്ട് ആ ടോപ്പിക്സ് നന്നായി മനസ്സിലാക്കണം. ഓക്കെ, താങ്ക് യു.